ആത്മീയ വീഥിയിൽ കേരള മുസ്ലിങ്ങൾക്ക് വഴിവിളക്കായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും നെഞ്ചോട് ചേർത്ത ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ജീവിതം ലളിതവും സുന്ദരവും മാതൃകാപരവുമായിരുന്നു. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മകനും ഫത്ഹുൽ ഫത്താഹിൻ്റെ അമരക്കാരനുമായ അബ്ദുൽ വാഹിദ് ഉസ്താദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഉസ്താദിൻ്റെ ചില ഓർമ്മകളുമായി ഉസ്താദിനോട് ചില വിശേഷങ്ങൾ അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി നമുക്ക് ചോദിക്കാം. ഉസ്താദെ, ഈ തിരഞ്ഞെടുപ്പ് വെളിപ്പാടകലെത്തിയിരിക്കുകയാണല്ലോ. അത്തിപ്പറ്റ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും തൻ്റേതായ നിലപാടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ചേർത്ത് വെക്കുന്ന ഒരു മഹിതമായ പാരമ്പര്യത്തിൻ്റെ ഉടമയായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. മുസ്ലിം ലീഗുമായുള്ള ആ ബന്ധത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഈ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുമായി ഉസ്താദിനുണ്ടായിരുന്ന ബന്ധം. ഉസ്താദിന് രാഷ്ട്രീയ രംഗത്ത് നല്ല കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. വളരെ ചെറുപ്പത്തിലെ പത്രവായന, അത് ഉപ്പ മാത്രമല്ല, ഉപ്പയുടെ ഉപ്പ കോം മുസ്ലിയാർ, പലർക്കും അറിയില്ലായിരിക്കും. പക്ഷെ ഉപ്പയെ പോലെ ജീവിച്ച ഒരാളാണ് കോം മുസ്ലിയാർ. അദ്ദേഹത്തിനും രാഷ്ട്രീയപരമായിട്ട് നല്ല കാഴ്ചപ്പാടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ രണ്ടത്താണി അങ്ങാടിയിൽ പോയി ചന്ദ്രിക പത്രം അന്ന് തന്നെ വായിക്കുന്ന, മറ്റു പത്രങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് വായിച്ചിരുന്നത് ഉപ്പയും ഉപ്പയുടെ ഉപ്പ കോം മുസ്ലിയാരും. രണ്ടാളും ചന്ദ്രിക ദിനപത്രമാണ് ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത്. അങ്ങനെ രാഷ്ട്രീയമായും സാംസ്കാരികമായും എല്ലാവിധ കാഴ്ചപ്പാടുകൾ നല്ലോണം ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UAE-യിലെത്തിയപ്പോൾ അവിടെയും ഒരുപാട് രംഗത്ത് സ്ഥാപനങ്ങളിലായാലും രാഷ്ട്രീയത്തിലായാലും മതസംഘടനകളിലൊക്കെ സജീവമായൊരു സാന്നിധ്യമായി ഉയരാൻ കഴിഞ്ഞത്. അവർ രാഷ്ട്രീയമായിട്ട് അന്ന് മുസ്ലിം ലീഗിനോടാണ് അന്നും മരിക്കുന്നവരെയും വലിയ കടപ്പാടും. ഉസ്താദിൻ്റെ ജീവിതത്തിൽ എന്നും മുസ്ലിം ലീഗ് ഒരു ഹരമായിരുന്നു. അതാണ് സത്യം. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും വലിയ ബന്ധം ഉണ്ടായിട്ടുണ്ട്. പാണക്കാട് കുടുംബം പ്രത്യേകിച്ച്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടുള്ള അടുപ്പം പറഞ്ഞതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തോടുള്ള ആദരവും ബഹുമാനവും അടുപ്പവും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. അവിടെ പാണക്കാട് തറവാട്ടിലുള്ള ആ കുടുംബത്തിലുള്ള ഒരു ഏറ്റവും ചെറിയ ഒരു കുട്ടിയോട് പോലും ഉസ്താദ് കാണിച്ചിരുന്ന ആദരവ് മഹിതമായ ഒരു അടയാളപ്പെടുത്തലായിരുന്നു. അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ? പാണക്കാട് കുടുംബമായിട്ടുള്ള ബന്ധം മരിക്കുന്നവരെ അത് മുറിക്കാൻ കഴിയാത്തൊരു ബന്ധമായിരുന്നു. അത് പൂക്കോയത്തങ്ങൾ മുതൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും ഇപ്പോൾ ഉള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അവരുടെ അനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അതേ മുനവർ അലി ശിഹാബ് തങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാവരുമായിട്ടും, പ്രത്യേകിച്ച് ഉമർ അലി ശിഹാബ് തങ്ങളും ഉപ്പയും ഒന്നിച്ച് ഓതി പഠിച്ച് ഒരു ശരീക്കന്മാർ കൂടെയാണ്. അപ്പോൾ അവരോട് ചോദിക്കാതെ, പാണക്കാട് കുടുംബത്തിൽ ആരോടെങ്കിലും ചോദിക്കാതെ ഒരു തീരുമാനം ഒരു വിഷയത്തിലും എടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അലയിലാകുന്ന സമയത്ത് അലൈൻ ദാറുൽ ഇസ്ലാമിക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ സുന്നി യൂത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും എല്ലാ വിഷയത്തിലും ഉസ്താദ് ആദ്യം മുഷാവറ ചെയ്യാറുണ്ടായിരുന്നത് പാണക്കാട്ടേക്കാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ചോദിക്കും. അത് കഴിഞ്ഞ് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ചോദിച്ചിരുന്നു. അതിൻ്റെ മുമ്പ് ഉമർ അലി ശിഹാബ് തങ്ങളോട് ചോദിച്ചിരുന്നു. ഇങ്ങനെ അവരോടൊക്കെ മുഷാവറ ചെയ്യാതെ, അവരോട് കൂടി ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഉസ്താദ് ഉണ്ടായിരുന്നത്. പാണക്കാടുമായി ബന്ധം ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ പറഞ്ഞാലും കഴിയില്ല, അത് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു ചെല്ലും. പാണക്കാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ആ ഫോൺ എടുത്ത റിസീവർ ഇങ്ങനെ വിറക്കും കയ്യിലിരുന്നിട്ട്. അത്രയും അടുപ്പിച്ച് പിടിച്ച് എന്താ പറയുന്നത് മനസ്സിലാക്കാതെ ഇങ്ങനെ കൈയിങ്ങനെ വിറക്കും ഇരുന്നിട്ട്. അവർ വലിയ ബന്ധമായിരുന്നു. ഇവിടെ അത്തിപ്പറ്റ ഫത്തുൽ ഫത്താഹിൽ സലാത്തി നഗറിൽ ഒരു ബോർഡ് വെച്ചു. പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉസ്താദിനെ കുറിച്ച്, അത്തിപ്പറ്റ ഉസ്താദ് ചെയർമാനും, അതിൻ്റെ താഴെ മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡൻറ്റും എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫ്ലക്സ് വെച്ചു സ്റ്റേജിൻ്റെ ബാക്കിൽ. ഉസ്താദ് നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ബോർഡ് കണ്ട്, ആ ബോർഡ് കണ്ടപ്പോൾ അവിടെ തന്നെ നിന്നു. അവിടെ നിന്നിട്ട് സംഘാടകർ വിളിച്ചു പറഞ്ഞു,
ആ പേര് ഇപ്പം വായിക്കണം എന്ന് പറഞ്ഞു. ആരെ പേര്? അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പേര്, അതായത് ഉപ്പയുടെ പേര് അവിടുന്ന് ഉടനെ വെട്ടണം എന്ന് പറഞ്ഞ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു മാറ്റിക്കോളാം, പിന്നെ മാറ്റാന്ന്. എന്നിട്ട് പറഞ്ഞ് ആ പേര് വെട്ടാതെ ഞാൻ ആ സ്റ്റേജിലേക്കാണ് കയറൂല പറഞ്ഞു. കാരണം എൻ്റെ പേരിൻ്റെ മുകളിൽ, അല്ല തങ്ങളെ പേരിൻ്റെ മുകളിൽ എൻ്റെ പേര് വരാൻ പാടില്ല, എൻ്റെ പേര് താഴെ വരണമെന്ന്. അങ്ങനെ സംഘാടകർ അവിടെ നിന്ന് ഒരു പേപ്പർ കൊണ്ടുവന്ന് അതിമ ഒട്ടിച്ച് പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്നുള്ളത് അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞതിന് ശേഷമാണ് ഉസ്താദ് സ്റ്റേജുമ്പിലേക്ക് കയറിയത്. അത്രയും വലിയൊരു ബന്ധം പാണക്കാട് കുടുംബങ്ങളുമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ പാണക്കാട് എന്നുള്ള ബന്ധം അത്രയും വലിയൊരു സുദൃഢമായിരുന്നു അർത്ഥം. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്ത് അത്തിപ്പറ്റ ഉസ്താദ് കർശനമായ ചില തീരുമാനങ്ങൾ, ചില നിലപാടുകളൊക്കെ എടുക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഈ ഇലക്ഷൻ സമയങ്ങളിൽ ഉസ്താദിൻ്റെ നിലപാട്, അത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുക എന്നതിലുപരി പാണക്കാട് കുട്ടികൾ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നതാണ്. അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് നല്ലോണം മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ പ്രസംഗിക്കാൻ നടക്കില്ല. അതേ സമയത്ത് ഞാൻ അല്ലയിലുള്ള സമയത്ത് അവിടെ എല്ലാ സദസ്സിലും സ്വലാത്തിൻ്റെ മജ്‌ലിസിലടക്കം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം, പാണക്കാട്ടെ കുട്ടികൾ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, കോണിക്ക് വോട്ട് ചെയ്യണമെന്ന് എല്ലാ സ്വലാത്തിൻ്റെ മജ്‌ലിസിലും ആൾ കൂടുന്ന സ്ഥലത്തും എല്ലാം പറയും. അവിടെ യാതൊരു മടിയുണ്ടായിരുന്നില്ല. ഞാനൊക്കെ അന്നൊക്കെ ഒരു ചെറിയൊരു ഇത് മനസ്സിലൊരു ഇത് കരുതി. കാരണം എന്തിനെങ്ങനെ പറയണത്, സ്വലാത്തിൻ്റെ സദസ്സിലൊക്കെ ഇങ്ങനെ കോണിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് അത്രയും വലിയൊരു രാഷ്ട്രീയമായിട്ട് അത് ഒരു ഗൗരവത്തിനായിരുന്നു അന്ന് കണ്ടിരുന്നത്. ഇനി നാട്ടിൽ വന്നതിന് ശേഷവും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാ സമയത്തും എന്ത് ചെയ്യും, ഇവിടെ വീട്ടിൽ ആര് വന്നാലും അവരോടൊക്കെ പറയും പാണക്കാട്ട് കുട്ടികൾ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന്. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വന്നപ്പോൾ, അതായത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ആ സ്ഥാനാർത്ഥിയോടും പറഞ്ഞ് ഞാൻ പാണക്കാട്ടെ കുട്ടികൾ നിർത്തിയ വോട്ടുക ആണ് വോട്ട് ചെയ്യുക, പാണക്കാട്ടെ കുട്ടികൾ നിർത്തിയതിനെതിരായിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയൂല എന്ന്. അപ്പോൾ ആ നിലപാട് ശരിക്കും പരസ്യമായി തുറന്ന് പറഞ്ഞിട്ടൊരു നിലപാടായിരുന്നു. അതല്ലാതെ മറച്ചു വെച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്യാമെന്നോ അങ്ങനെ മറച്ചു വെച്ചിട്ടുള്ളൊരു നിഫാക്ക് തരൊന്നും ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് എല്ലാവരോടും പറയുന്നത് അവിടെ ആ വരുന്ന ആൾ ഏത് ആളാണെന്നോ അല്ലെങ്കിൽ മുസ്ലിംകാരനാണെന്നോ നോക്കൂല, പക്ഷേ പാണക്കാട്ടെ കുട്ടികൾ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അവരോട് എല്ലാവരോടും പറയും. ഇനി അങ്ങനെ പാണക്കാട്ടെ കുട്ടികൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ കയറി വരികയാണെങ്കിൽ അവർക്ക് വലിയൊരു സ്ഥാനവും ഒക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം മഞ്ഞളാംകുഴിയാലി ഇവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ അവിടെ എല്ലാവരെയും വളരെ സ്നേഹിച്ചിരുന്നു. അതേപോലെ അവിടെ മറ്റു വിഭാഗീയതൊന്നും അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്ലയിൽ നിൽക്കുന്ന സമയത്ത് KMCCക്ക് മെമ്പർഷിപ്പ് എടുത്തപ്പോൾ KMCCയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് വലിയ കോലാഹലമായി. ഒരുപാട് ആളുകൾ അതിനെ എതിർത്ത്, അതായത് അന്നത്തെ ഒരു വിഘടിത വിഭാഗം അവരെന്ത് ചെയ്തു, അതിനെ KMCCക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഉസ്താദ് മോശക്കാരനാക്കിയിട്ടൊക്കെ ചിത്രീകരിച്ച് പലരും പറഞ്ഞെങ്കിലും അതിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല. KMCCയുടെ ഏത് യോഗം ഉണ്ടെങ്കിലും അത് ഉസ്താദിനെ കൊണ്ടുപോയിട്ട് അന്നല്ലേ നടക്കാറുണ്ടായിരുന്നുള്ളൂ. KMCCയുടെ യോഗം നടക്കുകയാണെങ്കിൽ അവിടെ ഉസ്താദ് പോയി ദുആ ചെയ്തിട്ടാണ് ആ പരിപാടി തുടങ്ങുക. അല്ലയിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് UAE അത് നമ്മളെ അബ്ദുൽ വഹാബ് MP നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. അദ്ദേഹം ചന്ദ്രികയുടെ ദിനപത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലയിലെത്തിയപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഈ ചന്ദ്രയുടെ കാര്യം പ്രവർത്തകരോട് പറഞ്ഞപ്പോൾ ആദ്യം പ്രവർത്തകർ പറഞ്ഞത് ഉസ്താദിനെ കാണുന്ന, ഉസ്താദിനെ കണ്ടതിന് ശേഷം നിർദ്ദേശിക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ ചർച്ച ചെയ്യാന്ന്. അപ്പോൾ അന്ന് വഹാബ് സാഹിബ് പറഞ്ഞാണ് ഏതാ ഈ ഉസ്താദ് എന്ന്, ഏത് ഉസ്താദിനോടാണ് ഈ ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി ഉസ്താദിൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ KMCCക്കാർ അലൈൻ സുന്നി യൂത്ത് സെൻറ്ററിൽ വന്നിട്ടാണ് ഈ ചന്ദ്രയുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു നേതാക്കന്മാരുമായിട്ടും ഉസ്താദ് ഒക്കെ. ആ ബന്ധം എന്തിൻ്റെ കാരണത്താലാണ്, പാണക്കാട് പൂക്കോയത്തങ്ങളുടെ കുട്ടികളാണ്, പാണക്കാട് പൂക്കോയത്തങ്ങളുടെ മക്കളാണ്, അവരുടെ പേരക്കുട്ടികളാണ്, അവരാണ് പറഞ്ഞയച്ചത്, അവരാണ് ഇത് കൊടുത്തയച്ചത് എന്നൊരു ബന്ധം ആ പാണക്കാട് കുടുംബമായിട്ടുള്ള വലിയ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അതേപോലെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഉമ്മാക്ക് കത്ത് വരും. ഇലക്ഷൻ സമയത്താണ് ഉമ്മാക്ക് കത്ത് വരുന്നതെങ്കിൽ ആ കത്തിലുണ്ടാകുന്ന നിർദ്ദേശം ഒന്ന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം, കോണി അടയാളത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് കത്ത് തരും. ഉമ്മ എനിക്കൊക്കെ ആ കത്ത് വായിക്കാൻ തരും. ഉപ്പയുടെ കത്ത് എപ്പോൾ വന്നാലും ഉമ്മ ഞങ്ങൾക്ക് വായിക്കാൻ തരും.
അപ്പോൾ ഇലക്ഷൻ സമയത്ത് വരുന്ന കത്തിൽ മുഴുവൻ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കും. എന്നിട്ട് ഉമ്മാടത് മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും പറയും. പിന്നെ ഇവിടെ ഒരു വിഭാഗീയതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ആ സമയത്തും ഗൗരവമായിട്ട് ഇപ്പം എഴുതി അറിയിച്ചിരുന്നത്, പ്രത്യേകിച്ച് MDP ഒക്കെ വന്ന സമയത്തൊക്കെ ഇപ്പോൾ വളരെ ഗൗരവമായി പറഞ്ഞിരുന്നു, ആര് പറഞ്ഞാലും മുസ്ലിം ലീഗിനല്ലാതെ പാണക്കാട്ട് കുട്ടികൾ നിർത്തിയ ചിഹ്നത്തിനല്ലാതെ കോണിക്കല്ലാതെ ആർക്കും വോട്ട് ചെയ്യരുത് എന്ന് ഉമ്മാക്ക് കണിശമായ നിർദ്ദേശങ്ങളെന്ന് എല്ലാ കത്തിലും ഉണ്ടാകായിരുന്നു. അതേപോലെ ഞങ്ങളോടൊക്കെ പറയാറുണ്ടായിരുന്നത് തന്നെയാണ്, ഈ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്ന്. ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ മക്കളെ ഭാര്യമാരോടും എൻ്റെ മക്കളോടൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ആ ഒരു പാണക്കാട്ടെ കുട്ടികളെ മറക്കാൻ പാടില്ല, പാണക്കാട്ടെ കുട്ടികൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ ബഹുമാനിക്കണമെന്നും അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഗ്രേസ് വാലിയിൽ സലാത്തിൽ പങ്കെടുത്ത പലരും ഉണ്ടാവും, അത്തിപ്പറ്റ ഫത്തുൽ ഫത്തായിൽ സലാത്തിൽ പങ്കെടുത്തവരുണ്ടാവും. ഈ 2 സലാത്തിലും ഉസ്താദ് ഇലക്ഷൻ കാലത്ത് പരസ്യമായി പറഞ്ഞാണ് ആ സലാത്തിന് മജ്‌ലിസിൽ പലരും ഉണ്ടായിട്ടുണ്ട്. ലീഗിനോട് എതിർപ്പുള്ളവരൊക്കെ ഉണ്ടാകാം, പക്ഷെ എന്നാലും അവിടെ നിന്നും പരസ്യമായി ഉസ്താദിൻ്റെ നിലപാട് വെട്ടി തുറന്ന് അവിടെ നിന്ന് പറയും, നിങ്ങളെല്ലാവരും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം, കോണി അടയാളത്തിൽ വോട്ട് ചെയ്യണം, ആരും മറക്കരുത് ആ കാര്യം, എല്ലാവരും വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതെ ആരും പോകരുത് എന്ന് ഗ്രേസ് വാലിയിലെ സലാത്തിൽ. അതിന് ശേഷം സയ്യിദ് പൂക്കോയത്തങ്ങളും ആ കാര്യം ഇവിടെ ഉണർത്താറുണ്ട്. ഇവിടെ സലാത്ത് നടക്കുമ്പോഴും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്, ഞാനൊരു പാണക്കാട്ടെ കുട്ടികളെ പിന്നിൽ അണിനിരക്കുന്ന ഒരാളാണെന്ന് എല്ലാവരോടും പറയാറുണ്ട്. ഞങ്ങളെ കാലി ഉണ്ണിക്കോയത്തങ്ങളുണ്ട്, ഉണ്ണിക്കോയത്തങ്ങളോടും പറഞ്ഞ പ്രാവശ്യം ഞാൻ മുസ്ലിം ലീഗുകാരനാണ്, പാണക്കാട്ടെ കുട്ടികളെ പിന്നിൽ നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ. അങ്ങനെ അത്രയും തൻ്റെ നിലപാട് എല്ലാവരോടും സലാത്തിലായാലും അത് ഏത് പരിപാടിയിലായാലും തുറന്നു പറഞ്ഞിരുന്നു. ആരും അതിനെ എതിർക്കാറൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും അത് അംഗീകരിച്ച് അത് സ്വീകരിച്ച് പോയിരുന്നാണ്. ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാവരും ആ കാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി അത്തിപ്പറ്റ ഉസ്താദിന് വല്ലാത്തൊരു ദൃഢമായ ബന്ധമുണ്ടായിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ല അനുഭവങ്ങളും ഉസ്താദിനുണ്ടോ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായിട്ട് ഉസ്താദിന് വലിയ ബന്ധമാണ്. എല്ലാവരുമായിട്ടുള്ള ബന്ധം, അവിടുത്തെ ചെറിയ കുട്ടിയാണെങ്കിലും ആ ബന്ധത്തിന് ഒരു പ്രാവശ്യം ഇവിടുത്തെ ഞങ്ങൾ പാണക്കാട് ചെന്ന സമയത്ത് ഉസ്താദ് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ കൊലായിൽ ഇരിക്കുന്നുണ്ട്. ഉസ്താദിനെ കണ്ടോടുകൂടി തങ്ങൾ ചെരുപ്പ് പോലും ഇടാതെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, തങ്ങൾ ചെരുപ്പിടാതെ ഒരാൾ സ്വീകരിക്കാൻ ഇറങ്ങി വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പറഞ്ഞു. അങ്ങനെ വേഗം ശിഹാബ് തങ്ങൾ ഇറങ്ങി വന്നിട്ട് ഉപ്പാനെ ഉള്ളിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അവർ സ്നേഹം മക്കളായ ഞങ്ങളോടും ആ കുടുംബം വല്ലാതെ കാണിച്ചിട്ടുണ്ട്. ഹൈദർ അലി ശിഹാബ് തങ്ങളായാലും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ആയാലും അവിടെ കാണാൻ പറ്റാതെ രോഗത്തിലായി ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ ചെന്ന് അവിടുത്തെ അബ്രാൻഖാനുള്ള മൂപ്പരില്ലേ, ആ മൂപ്പരോട് ചായ കൊണ്ടുവരുന്ന മൂപ്പരോട് ഞാൻ പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മകനാണ്. മൂപ്പരാണ് എന്നോട് നിങ്ങളെന്ത് എത്രയും നേരം പറയായിരുന്നു. അങ്ങനെ എന്നെ സ്വന്തമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കാണിച്ച് തങ്ങൾക്ക് ഭയങ്കര സ്നേഹം, ഭയങ്കര ബഹുമാനമൊക്കെ അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം, 2006 മുസ്ലിം ലീഗിനുണ്ടായ ഒരു കനത്ത പരാജയം മുസ്ലിം ലീഗ് അണികൾക്കും നേതാക്കൾക്കുമൊക്കെ വലിയ വിഷമമുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു. അക്കാലത്ത് മർഹൂം ശിഹാബ് തങ്ങൾ ബഹുമാന്യനായ അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം എന്താണ്? തങ്ങളെ മനസ്സുമല്ലാതെ ഒരു വേദനിച്ചൊരു സമയമായിരുന്നത്. പിന്നെ ഇവിടെ മങ്കടയിലും അതേപോലെ കുറ്റിപ്പുറത്തും പെരിന്തൽമണ്ണയും ഇങ്ങനെ ഒന്നിച്ച് ഒരു തോറ്റൊരു സമയമുണ്ടായി. അങ്ങനെ അത് ലീഗിൽ വലിയ പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അവിടെ കോട്ടക്കൽ ഒരു ഓഡിറ്റോറിയത്തിൽ ലീഗിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ കൂടാൻ പോവുകയാണ്. ആ സമയത്താണ് ഉപ്പ പാണക്കാട് ചെല്ലുന്നത്. ഉപ്പ ആ കാര്യത്തിനല്ല, ഉപ്പ പാണക്കാട് ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ തങ്ങൾ ഉപ്പാനെ അകത്തേക്ക് കൊണ്ടുപോയി. അകത്ത് കൊണ്ടുപോയിട്ട് തങ്ങൾ ഉപ്പാട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ഈ പരാജയം, ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ, അതുകൊണ്ട് ഇത് തരണം ചെയ്യണമെന്നും മുസ്ലിം ഉമ്മത്തിന് ക്ഷീണം ഉണ്ടാകരുതെന്നും ഒരു ഇസ്സത്ത് വീണ്ടെടുക്കണം എന്നൊക്കെ ഉപ്പാട് പറഞ്ഞിട്ട് ഉപ്പാട് പറഞ്ഞു, നിങ്ങൾ അതിനൊക്കെ എനിക്കൊന്ന് ദ്വാരം തരണമെന്ന്. സത്യത്തിൽ നിങ്ങൾക്കറിയാം, ഉസ്താദ് ഒരു തങ്ങൾ ചെറിയ കുട്ടിയായാലും പോലും ഉപ്പ ദ്വാരക്കൂല, തങ്ങളെ കൊണ്ടേ ദ്വാരിപ്പിക്കുള്ളൂ. അത് ഏത് തങ്ങളായാലും കേട്ടോ, തങ്ങന്മാരെല്ലാവരോടും ബഹുമാനാണ്. അങ്ങനെ തങ്ങളോട് വീണ്ടും പറഞ്ഞു, തങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് ദ്വാരം തരണമെന്ന്.
അപ്പോൾ ഇപ്പം പറഞ്ഞു നിങ്ങൾ ദ്വാരക്കണമെന്ന്. അപ്പോൾ തങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ദ്വാരം തരാം, പക്ഷെ ആദ്യം നിങ്ങൾ എനിക്കൊന്ന് ദ്വാരം തന്നെ ഇപ്പോൾ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാണ് ഉപ്പ തങ്ങളെ മുന്നിൽ വെച്ചിട്ട് തങ്ങൾക്ക് വേണ്ടി ഒന്ന് ദ്വാരം കൊടുത്തത്, പിന്നെ തങ്ങൾ ദ്വാരുന്നു. അങ്ങനെ സംഭവം. ഈ സംഭവം ഇപ്പോൾ ഒഫാത്തായ സമയത്ത് പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് കുറിച്ചിട്ടുണ്ട്. അത് ആ ഫേസ്ബുക്ക് പേജ് ഒക്കെ കാണാൻ സംഗതി ഉള്ളത്. ഏതായാലും ഇങ്ങനെ ഒരുപാട് നല്ല ബന്ധങ്ങളായിരുന്നു പാണക്കാട് കുടുംബമായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഉസ്താദ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ നിലപാടുകൾ കർക്കശമായിരുന്നു, സുദൃഢമായിരുന്നു, സുതാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുള്ള, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള ഉസ്താദിൻ്റെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു നിലപാടുകൾ എങ്ങനെയായിരുന്നു? ഒരു പ്രത്യാശാസ്ത്രം എന്നുള്ളവർക്ക് അവരോട് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു എതിർപ്പ് ജീവിതത്തിൽ എന്നും കൊണ്ടുനടന്നിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ചിഹ്നങ്ങളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് അരിവാൾ ചുറ്റിക നക്ഷത്രം ഞാൻ തുറന്ന് പറയണത് കാണുമ്പോൾ ഉപ്പാക്ക് വലിയ വെറുപ്പായിരുന്നു. ചുവപ്പ് കാണുമ്പോൾ തന്നെ ഉപ്പാക്ക് ഒരു വലിയൊരു മുഷിപ്പൊക്കെ കാണാറുണ്ടായിരുന്നു. അത് സത്യത്തിൽ ജീവിതത്തിൽ അങ്ങനെ കണ്ടിരുന്നെങ്കിലും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഉസ്താദ് വളരെ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. വല്ലാത്തൊരു കലുഷിത കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മതേതര ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ജനാധിപത്യത്തിൽ ഏറ്റവും മോശമായ രീതിയാണെന്ന് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളുമൊക്കെ പറയുന്ന കാലത്ത് അത്തിപ്പറ്റ ഉസ്താദ് ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള നിലപാടുകളായിരിക്കും എടുക്കുക? അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കൂടെ നിഴല് പോലെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന വാഹിദ് ഉസ്താദിന് തദ്വിഷയകമായി എന്താണ് പറയാനുള്ളത്? ഉസ്താദ് ജീവിച്ചിരിക്കുന്നൊരു കാലമാണ് ഇന്ന് എങ്കിൽ ഉസ്താദ് വഫാത്തായിട്ട് അധികമൊന്നും ആയിട്ടില്ല, 5 വർഷമേ ആയിട്ടുള്ളൂ. ഈ 5 വർഷം കഴിഞ്ഞാലും ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് ഉസ്താദ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പറയും. സത്യത്തിൽ അങ്ങനെയുള്ളത്. ഒരിക്കലും ഉസ്താദ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യരുതെന്ന് ആ നാവുകൊണ്ട് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് അബ്ദുസ്സമദ് സമദാനിയാണ് ഇപ്പോൾ ഇവിടെ പൊന്നാനി ഞങ്ങളുടെ മണ്ഡലത്തിൽ നിൽക്കുന്നത്. അബ്ദുസ്സമദ് സമദാനി ഞങ്ങൾക്ക് കുടുംബം കൂടെയാണ്, അതിൻ്റെ പേരിൽ മാത്രമല്ല പറയുന്നത്. സമദാനിക്ക് എൻ്റെ ഉപ്പ അമ്മാവനായിട്ട് വരും, അവരുടെ ഉമ്മയുടെ ആങ്ങളെയാണ്. സമദാനി സാഹിബും അവരുടെ കുടുംബങ്ങളും അവരെ അമ്മാവന്മാർ കരീം മുസ്ലിയാരും മമ്മിക്കുട്ടി മുസ്ലിയാരൊക്കെ ഞങ്ങളുപ്പാനെയും ഉപ്പാൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോമു മുസ്ലിയാരൊക്കെ വലിയ ബഹുമാനം, വലിയ അടുപ്പവും വലിയ കുടുംബബന്ധമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരാളുകളാണ്. ആ ബന്ധം മരണം വരെ ഉപ്പയും അവരും നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ദുസ്സമദ് സമദാനിയെ മാറ്റി നിർത്താൻ ഉസ്താദിന് കഴിയുന്ന ഒരാളല്ല. ഉസ്താദിൻ്റെ നാട്ടുകാരനാണ്, ഉസ്താദിൻ്റെ കുടുംബക്കാരനാണ്, ഉസ്താദുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരാളുമാണ്. ഉസ്താദ് ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കണമെങ്കിൽ എന്നും പറയുക ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ്, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഉസ്താദ് ഉണ്ടെങ്കിൽ പറയുമായിരുന്നു. ഒരിക്കലും അത് മാറ്റി പറയില്ല. ഇനി മലപ്പുറം ലോക്സഭ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും ഉസ്താദുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് CH സെൻറ്ററിൽ കിടക്കുന്ന സമയത്ത് ഉപ്പാക്ക് ഓപ്പറേഷനായിട്ട് കിടക്കുമ്പോൾ 2010 അന്നവിടെ CH സെൻറ്ററിലാണ് കിടന്നിരുന്നത്. അന്ന് ബഷീർ സാഹിബ് ഇടക്കിടക്ക് വരും, ഉപ്പാൻ്റെ അടുത്ത് വന്നിരിക്കും. ഉപ്പാനെ ഒരുപാട് സംസാരിക്കും ഉപ്പയായിട്ടിരുന്നിട്ട്. ഉപ്പനെന്നെ പറയും ഉപ്പാൻ്റെ എണീറ്റ് പോകാൻ തോന്നൂലെന്ന്. അത്രയും നല്ലൊരു ബന്ധം ബഷീർ സാഹിബ് എടുത്തു. സത്യത്തിൽ അത്തിപ്പറ്റ ഉസ്താദിന് മാത്രമുണ്ടായിരുന്ന ഒരു നിലപാടായിരുന്നില്ലല്ലോ ഇത്. മൺമറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മിക്ക നേതാക്കൾക്കും മഹാരഥന്മാർക്കും ഉണ്ടായിരുന്ന ഒരു നിലപാട് തന്നെ ആയിരുന്നില്ലേ ഇത്? കേരളത്തിൽ കഴിഞ്ഞു പോയ ആലിമീങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളൊക്കെ മഹാനായ ശംസുൽ ഉലമയായാലും അതേപോലെ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് പരസ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് സമസ്തയുടെ വേദിയിൽ തന്നെ മുസ്ലിം ലീഗുകാരനാണെന്നും വോട്ട് ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിച്ചൊക്കെ നമ്മളൊക്കെ കേട്ടതും കണ്ടതുമാണ്. അതേപോലെ KT മാനി മുസ്ലിയാർ പലതവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞാണ് ഞാൻ മുസ്ലിം ലീഗുകാരനാണെന്നും മുസ്ലിം ലീഗിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നതെന്നും പലതവണ പല സ്റ്റേജിലും KT മാനി മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. അതേപോലെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം സീതി ഹാജി ഒരു
വലിയ പ്രതിസന്ധി വന്ന സമയത്ത് കുറേ ആളുകളൊക്കെ കൂടി കുറേ മുസ്ലിംമാരൊക്കെ കൂടിയിട്ട് കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുക്ക ചെന്ന് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സുന്നിയാണെന്നും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി സീതി ഹാജി കടുത്ത മുജാഹിദാണെന്നും കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അവരോട് പറഞ്ഞ മറുപടി ഞാൻ കേട്ടത്, അത് പാണക്കാട്ടെ കുട്ടി നിർത്തിയതാണ് സീതി ഹാജി എന്നാണ്. പാണക്കാട്ടെ കുട്ടി നിർത്തിയ സീതി ഹാജിക്ക് വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, അവരാ ജയിക്കുക, അവരെന്നെ ജയിച്ചതും. ഇതൊക്കെ നമ്മൾ കണ്ടതും അനുഭവിച്ചതുമാണ്. അപ്പോൾ നമ്മുടെ ആലിമ്യങ്ങളും നമ്മുടെ സാദാത്യങ്ങളും ഒക്കെ ആ ഒരു വഴിയിലാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. KC ജമാലുദ്ദീൻ മുസ്ലിയാരൊക്കെ നിങ്ങൾക്കറിയാം. മഞ്ചേരിയിൽ മുസ്ലിം ലീഗിൻ്റെ റാലിക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് KC ജമാലുദ്ദീൻ മുസ്ലിയാരൊക്കെ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, നാട്ടിക മൂസ മുസ്ലിയാർ മുസ്ലിം ലീഗിനോട് പഞ്ചായത്തിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു കാലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഒരു ലൈനിലൂടെ അവരൊക്കെ പോയത്. ആ ലൈൻ തന്നെയാണ് അത്തിബുൽ ഉസ്താദും സ്വീകരിച്ചത്. അത്തിബുൽ ഉസ്താദ് മാത്രമല്ല, അത്തിബുൽ ഉസ്താദിൻ്റെ പിതാവ് കോമുസ്ലിയാരും ആ പാത തന്നെയാണ് സ്വീകരിച്ച്. ആ ഒരു ലൈനിൽ തന്നെയാണ് അന്നുണ്ടായിരുന്നത്. എല്ലാവരോടും അതും അന്നും വെട്ടി തുറന്ന് ഉസ്താദിൻ്റെ ഉപ്പയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ ലൈന് മരിക്കുന്നവരെ, ഈ 5 വർഷം മുമ്പ് വരെ ആ 2 ലൈനും ഒന്നിച്ചു കൊണ്ടു നടന്ന് ഒപ്പം നിർത്തി കൊണ്ടു നടക്കാൻ ഉസ്താദിന് 5 കൊല്ലം മുമ്പ് വരെ കഴിഞ്ഞു, വഫാത്തായി. അപ്പോൾ ആ ഒരു പാത ആണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഇനിയും നമ്മൾ നിൽക്കുന്നത്. വളരെ സന്തോഷം. വളരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ്. പിന്നെ അതോടൊപ്പം ഒരു ചോദ്യം കൂടി, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മകൻ എന്ന നിലയിൽ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വോട്ടർമാരോട് അബ്ദുൽ വാഹിദ് ഉസ്താദിന് പറയാനുള്ളത് എന്താണ്? UDFൻ്റെ ഉള്ള പ്രധാന കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാക്കളോടൊക്കെ ഉപ്പാക്ക് UDF എന്നുള്ളവർക്ക് വലിയ ബന്ധം അന്ന് പുലർത്തിയിരുന്നു. അത് മുസ്ലിം ലീഗ് പാണക്കാട്ടെ കുട്ടികളെ സ്നേഹിക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന സംഘടന എന്നുള്ള നിലക്ക് UDF എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ സത്യത്തിൽ ഉസ്താദിൻ്റെ ആ ഒരു പാത സ്വീകരിച്ച് കേരളത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുന്ന രൂപത്തിലുള്ളൊരു ഇലക്ഷനാണിത്. വലിയ പ്രതിസന്ധി നേരിടുന്ന ഇലക്ഷനാണ്. ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ വേണോ വേണ്ടേ എന്നൊക്കെ ചർച്ച നടക്കുന്ന അത്രയും ഒരു ഭയാനകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് രക്ഷിക്കണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ഭരണം നിലവിൽ വരണം. അതുകൊണ്ട് നമ്മുടെ വോട്ടൊന്നും പാഴാക്കാതെ വോട്ടുകളൊക്കെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കും ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന UDFിലെ മറ്റ് ഘടകകക്ഷികൾക്കും നമ്മുടെ വോട്ടുകളൊക്കെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമായൊരു ഭരണം അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വളരെ സന്തോഷം തിരക്കിനിടയിലും ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത്.